ഹലോ, ഇന്ന് എല്ലാവർക്കും എൻ്റെ മാങ്ങാ മധുരം ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും ഈ ആമ്പല് കണ്ടോ? ഇതുപോലെയൊക്കെ ആമ്പല് വളർത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? ഇത് ഞാൻ ഒരൊറ്റ ഇല കൊണ്ട് മാത്രമാണ് ഈ ആമ്പല് ഉണ്ടാക്കിയത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ നേഴ്സറികളിൽ പോയി ഒരു ആമ്പൽത്തൈ മേടിക്കുകയോ അല്ലെങ്കിൽ നമ്മളൊരു ബന്ധു വീട്ടിൽ ചെല്ലുമ്പോൾ അവരുടെ വീട്ടിൽ ഇഷ്ടംമാരെ പോകുകയാണെങ്കിൽ നമുക്കൊരാഗ്രഹം തോന്നുന്നില്ല നമ്മുടെ വീടുകളിൽ ഇതൊക്കെ വളർത്തണമെന്ന്. അപ്പോൾ നമ്മൾ അവരോടൊരു തൈ ചോദിക്കുക, അങ്ങനെ ഒന്നും വേണ്ട, നിങ്ങൾ അവരോടൊരു ഇല മാത്രം മേടിച്ചുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ ഞാനിത് സിമ്പിളായി ഒരു ആമ്പൽത്തൈ എങ്ങനെ പിടിപ്പിച്ചെന്ന് നിങ്ങളെ കാണിച്ചു തരണ്ടേ? അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഞാൻ ഈ കപ്പിൽ ഇത്തിരി വെള്ളം എടുക്കും കേട്ടോ. വെള്ളം എടുത്തിട്ടാണ് ഇതിലാണ് നല്ല ഞാൻ നോക്കുന്നത്. നിങ്ങൾ കപ്പിലോ ബക്കറ്റിലോ നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏത് പാത്രത്തിലെങ്കിലും വെള്ളം എടുത്താൽ മതി. ഞാൻ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് ഒരു ഇല വെട്ടാൻ പോവാ കേട്ടോ. ഇത് കണ്ടോ, ഇതിൽ നിന്നാണ് മുള വരുന്നത്. അപ്പം നമ്മളിതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇപ്പോൾ പാത്രത്തിലൊരു വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, ആ പാത്രത്തിലേക്ക് നമ്മൾ കമത്തി ഇടണം. ഇത്രയും ഉള്ളൂ കാര്യങ്ങൾ. ഇത് ഞാൻ ഇനി അത് തണലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിന്ന് മുളച്ചു വന്നിട്ടുണ്ടാവും. ഇത് വെള്ളയാമ്പലാണ്. ഇതാണ് ഞാനിപ്പോൾ പിടിപ്പിക്കാനായിട്ട് കൊണ്ട് കപ്പിലൊക്കെ വെച്ചേക്കുന്നത്. ഇത് നീലയാണ്. ഇത് അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന് മോൾ ഒരില കൊണ്ടുവന്നതാണ്. എന്നിട്ട് അവളത് പിടിപ്പിച്ചതാണിത്. ഇപ്പോൾ 10 ദിവസം നമ്മൾ കപ്പിലൊക്കെ ഇട്ട് പിടിപ്പിച്ചിട്ട് ഇപ്പോൾ ഇത് വെച്ചിട്ട് 2 ആഴ്ചയോളായി. എല്ലാ ആമ്പലിൻ്റെ ഇല കൊണ്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് കുറേ ആമ്പല് കാണുമ്പോൾ നമ്മൾ ആ ആമ്പലിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അറിയാം ഏതൊക്കെ ആമ്പലുകളുടെ ഇല കൊണ്ടാണ് നമുക്ക് തൈ ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഈ കുനിപ്പുകളുള്ള ആമ്പലിൻ്റെ ഇലയാണെങ്കിൽ നമുക്ക് വിത്തുകൾ വേഗം തൈകൾ ഉണ്ടാവും. ഇതൊക്കെ കണ്ടേ, ഇതിലൊക്കെ വന്നു കഴിഞ്ഞ് ഇതൊന്ന് നമ്മൾ വെള്ളത്തിൽ ഇട്ടാൽ മതി. 10 ദിവസമൊന്നും വേണ്ടി വരില്ല ഇത്രയും വന്നേക്കണമുണ്ട്. അപ്പം ഇത് കണ്ടോ, ഞാൻ ഈ ഇല ഈ വെള്ളത്തിലിട്ടിട്ട് 10 ദിവസമായി. അപ്പോൾ ഇപ്പം ഇത് ആ ഇലയിൽ നിന്ന് തൈ മുളച്ചു. അതിൽ ഇലയും വന്നു മുളച്ച്, അതിലേക്ക് ഇലയൊക്കെ വന്നു നന്നായി മുളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നടന്നതിന് കുഴപ്പമില്ല. എങ്ങനെ ഇലയിൽ നിന്ന് ആമ്പൽ തൈ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എങ്ങനെയാണ് ഇത് നടേണ്ടതെന്നുള്ള രീതി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിക്കുക, ഞാനത് കാണിച്ചു തരാം. അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം ചെയ്യാം. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരിക. അപ്പോൾ ഇത് മാങ്ങാ മധുരം എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.